ഇനി എവിടെ ചെന്ന് നോക്കാനാന്ന് ഓർത്താണ്. ജെസിയേ വാല് പറഞ്ഞേ. പരികുട്ടി ഇനി എന്ത് കാണിക്കടോ? എന്തിനു ചെയ്യാ? നീ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. ഞാനെന്ത് കാരണം? നീ എവിടെന്നെങ്കിലും കള്ളും കുടിച്ചോണ്ട് വന്നിട്ട് ആ തള്ളനോട് ഇന്നലെ എന്താ വർത്താനം പറഞ്ഞെന്ന് നിനക്കറിയാമോ? ഇത്തിരി വെള്ളം എടാ ചെങ്ങാതി, ഞാൻ എന്താണ് ഇന്നലെ പറഞ്ഞത്? പറഞ്ഞിട്ടില്ലെന്നേ. ഞാൻ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലടോ. ഈ നല്ല മാന്യനാണ്. ഇജൊന്നും ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. എടാ മനസ്സാ വാച കർമ്മണ ഞാൻ അറിഞ്ഞു പറ. അതെ ഇജ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറ്റന്ന് ഇജ് ഭയങ്കര മാന്യനാ. ഈ എന്തൊക്കെ ജാതി വർത്താനാണ് ഇന്നലെ പറഞ്ഞെന്നുള്ളത് എല്ലാരും കേട്ടുന്നതാണ്. ഞാൻ അവിടെ തൊട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോ തൊട്ട് അവനെ പിടിച്ചോണ്ട് വന്നാണ്. ഞാൻ പറഞ്ഞു മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പരമാവധി പറഞ്ഞു. ഇക്കണ്ട കാലായിട്ട് നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്നേ വരെ കുലുങ്ങൂല. അങ്ങനെ നിക്കണ തള്ളാണ്. ഇവന്റെ 2 ഡയലോഗ് അതിന്റെ കണ്ണെന്ന് വെള്ളം വീണ്. ആ ജാതി വർത്താനാണെന്നല്ല ചങ്ക് പൊളിയാണ് വർത്താനം വെച്ചെന്നല്ല പറഞ്ഞത്. ഞാൻ അതൊന്നും അങ്ങനെ ഒന്നും വിചാരിക്കൂല. ഇനി നോക്കാൻ സ്ഥലമൊന്നുമില്ല. നീ ആ ഫേസ്ബുക്കിലോ വാട്സപ്പിലൊക്കെ ഒന്ന് പടം ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ചെയ്യും. ആളുകൾ അറിഞ്ഞാ വിളിക്കുമല്ലോ. ഞാൻ എന്തായാലും ഷോപ്പിൽ പോയിട്ട് ചെയ്യാം. എന്താ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം? കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ജെസ്സി ഇപ്പൊ അന്വേഷിക്കേണ്ടോർത്തൊക്കെ അന്വേഷിച്ച് ഞങ്ങൾ ഈ പരിസരങ്ങൾ മൊത്തം നടന്ന് ബസ് സ്റ്റാൻഡിൽ പോയി. ഒരുവിധപ്പെട്ട ഈ പരിസരങ്ങളിലുള്ള കിണറും കുളവും അല്ല പറയാൻ പറ്റില്ല. മനുഷ്യന്മാരല്ലേ ഒരു വിധപ്പെട്ടോർത്തൊക്കെ തരുന്നു. നമുക്ക് ആ റെയിൽവേ ട്രാക്കിലൊന്ന് അന്വേഷിച്ചാലോ? ഒരാളെ കാണില്ലെന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറയണേ. എടി അതല്ല, ഇനി ആ റെയിൽവേ ട്രാക്ക് വഴി ചെല്ലപ്പനാചാര്യരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാന്ന് അറിയാലോ. പിന്നെ റെയിൽവേ ട്രാക്ക് വഴിയാണല്ലോ നടന്നു പോകുന്നത്. അല്ല എല്ലായിടത്തും നോക്കണമല്ലോ ഇത്. അല്ല ഈ ജാതി വർത്താനം പറഞ്ഞിട്ട് അല്ലേ എവിടെയെങ്കിലും തിരയണഞ്ഞി. ഇനി അവിടത്തെ ആകെ എല്ലാ വീട്ടിലും കൂടി ഒരു കാർന്നോത്തി ഉണ്ടായാണ്. അത് തീർന്നു കിട്ടി. നിനക്ക് പറ്റൂല ആ തള്ളനെ ഇവിടെ കൊണ്ടുവന്നാക്കിയാലും ഞാൻ നോക്കിക്കോളാം. ഒന്നും പറഞ്ഞിട്ട് കാര്യടാ. അതൊക്കെ ഇപ്പൊ നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടില്ല. ഇവന്റെ പേക്കൂത്ത് നടക്കുന്ന സ്ഥലമാണ് അവിടെ. കാരണം ഇവർക്ക് എന്തോ ആവാലോ. എവിടെയെന്ന് വെച്ചാ പോയി നോക്കി. എന്നാലും എന്റെ തുണി വരെ നോണ പറയാൻ നിൽക്കരുതോ? അന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കല്ലു കുടിക്കുമ്പോ ലക്കും ലകാനും ഇല്ലാണ്ടായി കഴിഞ്ഞ പിന്നെ അന്നൊക്കെ വർത്താനം. അല്ല എന്റെ തുണി അയച്ചൊന്നല്ല ഇപ്പൊ പ്രശ്നം. ഇപ്പൊ എന്റെ കൂടെ പുറപ്പെടും എന്റെ ഭാര്യ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്നും വിഷമൊന്നുമില്ല. അതൊന്നല്ല ഞാൻ തള്ളേനെ പറഞ്ഞ വർത്താനം ആദ്യമായിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി അത് സംസാരിക്കായിരുന്നു. എനിക്ക് തോന്നി അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നു ഇന്നലെ രാത്രി തന്നെ എനിക്ക് തോന്നിയതാണ്. പിന്നെ എന്തിനാ എന്റെ അടുത്ത് നിക്കണോന്നാമത്തെ? എന്റെ അടുത്ത് എന്തിനാണ് അവര് നിക്കണേ? എടാ പരികുട്ടി ഇനി ഇതിങ്ങനെ പറഞ്ഞിരുന്ന എന്താ കാര്യം? അല്ല കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇനി എന്താ അടുത്ത വേണ്ടെന്നുള്ള ആലോചിക്കുക. അതിലെ ചെയ്യേണ്ടത് എന്ത് വർത്താനം നോക്കിയാ അവന്റെ. ഇനി അടുത്തത് ആലോചിക്കാം. എല്ലാ പണിയും കാണിച്ചു വെച്ചിട്ടേ. എന്നാ ഒരു കാര്യം ചെയ്യ്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്ക്. എന്താന്നറിയോ ജെസ്സി, പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ പിന്നെ ലോകം മുഴുവൻ അറിയും. അവര് മീഡിയയിൽ കൊടുക്കും. നമുക്ക് അമ്മയെ കിട്ടൂലേ? അല്ല അതെ ഇനിയിപ്പോ അതാ വഴിയുള്ളോ. ഞാൻ പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതൊക്കെ ഒന്ന് ന്യൂട്രലിൽ വെച്ചിട്ട് മൊത്തത്തിൽ നമുക്കൊന്ന് തരാ. കാരണം നാട്ടുകാരെ അറിയിക്കണ്ടല്ലോ. അത് ഇതിഞ്ഞിപ്പോ ചെല്ലപ്പനാശ്ശേരി അവരുടെ കുടുംബ ആൾക്കാരൊക്കെ അറിയൂത്. ഇല്ല നമുക്കൊരു പണി ചെയ്യാം. ഇത് പരാതി കൊടുത്തിട്ടേക്കാം. നമുക്ക് പറ്റണോട് നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കാം. ഇവന്റെ പിടിപ്പേടോണ്ടെന്നല്ലേ പറയാ. അല്ല ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. നമുക്ക് പോലീസ് സ്റ്റേഷൻ ഇനി പോയി പറയാം. ഇനിയിപ്പോ ഒന്നും നോക്കാല്ല. തരാളൊക്കെ തരഞ്ഞ് ഇനിയിപ്പോ അവര് മീഡിയയിൽ കൊടുക്കുക വാർത്ത ഒക്കെ എന്താണ് ആയിക്കോട്ടെ. അല്ലാണ്ട് ആളെ കിട്ടണ്ടേ. എന്നാ പോവാ. അതല്ലേ ഇറങ്ങാം. ഇജ്ജ് എവിടേക്കാ പോണേ? ഞാൻ പോകുന്ന ഷോപ്പില്. അതെ വാതിലടിച്ചിട്ട് പോണേ. അമ്മ കിട്ടുവാണെങ്കിൽ ഞാൻ പറയാം. അമ്മനെ കിട്ടാനായിട്ട് ചൂണ്ടിട്ടേക്കാനല്ല അമ്മ ഒന്ന് കിട്ടാൻ. അല്ല ഇപ്പൊ പോവാനാ? എന്തേലും കഴിച്ചിട്ട് പോയാ പോരെ? എനിക്കൊന്നും വേണ്ട. ഒരു സാധനം വേണ്ട. നിങ്ങളൊക്കെ കഴിക്കേണ്ടി കഴിച്ചോ. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണോ ബാലത്തു കൊമ്പരാനം പുറത്തെ? അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്? താഴോട്ട് പോരുമ്പം എനിക്കൊരു പോയ താമര കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ? താമര കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ? താഴോട്ട് പോരുമ്പം എനിക്കൊരു കാര്യം കൊണ്ടുവരുമോ? താഴോട്ട് പോരുമ്പം എനിക്കൊരു കാര്യം കൊണ്ടുവരുമോ? ശർക്കര പന്തൽ മഴ ചൊരിയും ചക്രവർത്തി കുമാര നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു എന്താണ് ജപം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. അവിടെ ഒന്നും പറയാതെ അമ്മേനെ കൂടെ കൂട്ടി കൊണ്ടുപോയി. ഞാനാണ് ആശാൻ അമ്മേനെ കൊണ്ടതിന്. എന്താ കാണിച്ചാൽ പ്രാന്തുണ്ടോ?
എനക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ അമ്മയൊന്ന് ഫേമസ് ആവും, അതിനോടൊപ്പം നമ്മളെ വാസുട്ടേട്ടൻ രക്ഷപ്പെടും. വാസുട്ടേട്ടന്റെ വീട് പോലും ജപ്തി ചെയ്ത് പോയില്ലേ, അത് തിരിച്ചെടുക്കണ്ടേ. അപ്പൊ അമ്മയൊന്നും ഇങ്ങനെ വന്ന് ഫേമസ് ആവും. വീട്ടിലിരുന്ന് പാടിയിട്ട് ഒരു കാര്യമില്ല, ഇങ്ങനെ രക്ഷപ്പെടണ്ടേ, അതാണ്. അവന് കഞ്ചാവാണ് പരീക്ക. എന്റെ അമ്മ ഈ പൊട്ടന്റെ വാക്കും കേട്ടിട്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. നിങ്ങൾ അവിടുന്ന് പോരുമ്പോ ഒന്നില്ലെങ്കിൽ എന്നോട് പറയണ്ടേ, ഇല്ലെങ്കിൽ മല്ലിയോട് പറയണ്ടേ? അല്ല യവൻ പറഞ്ഞ ആരോടെയും പറയണ്ട, ഫേമസ് ആയിട്ട് പറഞ്ഞാ മതി. പിന്നെ ഏതാണ്ട് ട്യൂബിലിട്ടാ ഒരുപാട് പൈസ കിട്ടുമെന്ന്. ഏത് ട്യൂബില്? എന്ത് ട്യൂബില്? ആശാനെ, ആശാൻ മണ്ടൻ. ആശാനെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ തെരുവ് ഗായിക ഫേമസ് ആയി മണിമാളികയിൽ ഇരിക്കുന്ന കഥ വായിച്ചിട്ടേ അതുപോലെ നമ്മളെ അമ്മ ഒന്ന് പാടിയിട്ട് വീട്ടിൽ പാടിയിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആ പൈസ തന്നെ വരും വീട്ടിലേക്ക്, അതാണ്. എന്താ ഈ പ്രാന്തനെ ചെയ്യേണ്ടത്? ഞാൻ എന്താ ഞാൻ പറയണ്ടേ? എന്റെ ഗതികേട് വേറെ എന്ത് പറയണ്ട കാര്യം. അതെ, നിങ്ങൾ അച്ഛനും കൂടി മാക്സിമം എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്, അത് മതി. വണ്ടി കയറി. ഞാൻ കാരണമാണല്ലോ നിന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ. എന്നാൽ എല്ലാം കഴിയുന്നത് ഞാനും ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു പോയതാണ്. എന്തായാലും വണ്ടി കയറി.